എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ധീരതയുടെ ഒരു പടച്ചട്ടയെക്കുറിച്ചാണ്. എ ഷീൽഡ് ഓഫ് കറേജ്. ആരാണീ ധീരതയുടെ പടച്ചട്ട? അതും മറ്റാരുമല്ല, നീരജ ഭാനോട്ട് എന്ന ഒരു എയർ ഹോസ്റ്റസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെഥനി ഹാമിൽട്ടൺ എന്ന സർഫറിന്റെ കഥ പഠിച്ചു. സ്വന്തം ജീവിതത്തിലെ ഒരു ദുരന്തത്തെ ധൈര്യത്തോടെ നേരിട്ടൊരു പെൺകുട്ടി. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു ധീരവനിതയുടെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അവളുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞുപോകും. പക്ഷെ അതോടൊപ്പം അഭിമാനവും തോന്നും. നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? ഈ പാഠം തുടങ്ങുന്നത് 1987 റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്നൊരു ചടങ്ങിൽ നിന്നാണ്. വളരെ വികാരനിർഭരമായൊരു ചടങ്ങായിരുന്നു അത്. അന്നത്തെ രാഷ്ട്രപതിയായ ഗ്യാനി സെയിൽ സിംഗ് നീരജ ഭാനോട്ടിന് മരണാനന്തര ബഹുമതിയായി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമാധാനകാല ധീരതാ പുരസ്കാരമായ അശോകചക്ര നൽകി ആദരിക്കുകയാണ്. എന്തിനാണ് അവൾക്ക് ഈ ബഹുമതി കിട്ടിയത്? റാഞ്ചപ്പെട്ട ഒരു വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിച്ചതിന്. ആ അവാർഡ് വാങ്ങാൻ സ്റ്റേജിലേക്ക് വന്നത് അവളുടെ അമ്മയായ രാമ ഭാനോട്ടാണ്. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മകളെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ ചടങ്ങ് കാണാൻ അവളുടെ അച്ഛനും സഹോദരന്മാരും അവിടെ ഉണ്ടായിരുന്നു. എന്തൊരു സങ്കടകരവും എന്നാൽ അഭിമാനകരവുമായ നിമിഷമായിരിക്കും അത്, അല്ലേ? ആരായിരുന്നു ഈ നീരജ ഭാനോട്ട്? 1963 സെപ്റ്റംബർ 7 ചണ്ഡീഗഡിലാണ് നീരജ ജനിച്ചത്. സ്നേഹവും പിന്തുണയും നൽകുന്ന ഒരു നല്ല കുടുംബത്തിലാണ് അവൾ വളർന്നത്. അവൾ തന്റെ കരിയർ തുടങ്ങിയത് ഒരു മോഡലായിട്ടാണ്. അവളുടെ സൗന്ദര്യവും ജോലിയോടുള്ള അർപ്പണബോധവും പ്രൊഫഷണലിസവും കൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ മോഡലിംഗ് രംഗത്ത് പേരെടുത്തു. അതിനുശേഷമാണ് അവൾ പാൻ ആം എന്ന എയർലൈൻ കമ്പനിയിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റായി ജോലിക്ക് ചേരുന്നത്. അവിടെയും അവൾ തന്റെ കഴിവുകൾ കൊണ്ട് നല്ല പേര് സമ്പാദിച്ചു. എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ 1986 സെപ്റ്റംബർ 5 നീരജയുടെ ജീവിതം മാറ്റിമറിച്ച ദിവസം. മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കറാച്ചിയിലും ഫ്രാങ്ക്ഫർട്ടിലും സ്റ്റോപ്പുകളുള്ള പാൻ ആം ഫ്ലൈറ്റ് 73 എന്ന വിമാനം. നീരജ അന്ന് ആ വിമാനത്തിൽ ഡ്യൂട്ടിയിലായിരുന്നു. കറാച്ചിയിൽ വെച്ച് എയർപോർട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ വേഷം ധരിച്ച് 4 തീവ്രവാദികൾ വിമാനത്തിലേക്ക് അതിക്രമിച്ചു കയറി. യാത്രക്കാരും ജീവനക്കാരും വിമാനത്തിൽ കയറിയ ശേഷം അവർ വിമാനം റാഞ്ച് ചെയ്തു, ഹൈജാക്ക് ചെയ്തു. അതോടെ ആ വിമാനവും അതിലെ യാത്രക്കാരും 17 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ഭീകരാന്തരീക്ഷത്തിന്റെ തടവുകാരായി മാറി. ആ വിമാനത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുണ്ടായിരുന്നു. അമേരിക്കക്കാരുമുണ്ടായിരുന്നു. തീവ്രവാദികളുടെ ആവശ്യം തങ്ങളുടെ ചില തടവുകാരെ മോചിപ്പിക്കണമെന്നായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യാത്രക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. വിമാനം റാഞ്ചിയ ഉടനെ നീരജ വളരെ ധൈര്യത്തോടെയും സമർത്ഥമായും കോക്പിറ്റിലുള്ള പൈലറ്റുമാർക്ക് ഒരു രഹസ്യ കോഡ് ഉപയോഗിച്ച് വിവരം നൽകി. അതുകൊണ്ട് പൈലറ്റിനും സഹപൈലറ്റിനും ഫ്ലൈറ്റ് എഞ്ചിനീയർക്കും കോക്പിറ്റിലെ ഒരു എമർജൻസി വഴി പുറത്തുകടക്കാൻ സാധിച്ചു. അവർ രക്ഷപ്പെട്ടതോടെ വിമാനം പറത്താൻ ആളില്ലാതായി. അതുകൊണ്ട് തീവ്രവാദികൾക്ക് വിമാനം ഒരിടത്തും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ നീരജയുടെ ആ ഒരു ബുദ്ധിപരമായ നീക്കം കാരണം വലിയൊരു അപകടം ഒഴിവായി. എന്തൊരു ധൈര്യമാണല്ലേ അവൾ കാണിച്ചത്! വിമാനത്തിനുള്ളിലെ 17 മണിക്കൂർ അതൊരു നരകം തന്നെയായിരുന്നു. തീവ്രവാദികൾ ആകെ അസ്വസ്ഥരായിരുന്നു. സമയം പോകുന്തോറും അപകടം കൂടിക്കൂടി വന്നു. നീരജ യാത്രക്കാരുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധിച്ചു. തീവ്രവാദികൾ അമേരിക്കക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കിയ നീരജ വളരെ തന്ത്രപരമായി അമേരിക്കൻ യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ വാങ്ങി ഒളിപ്പിച്ചുവെച്ചു. അതുകൊണ്ട് തീവ്രവാദികൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഒരുപാട് അമേരിക്കൻ യാത്രക്കാരുടെ ജീവനാണ് അവൾ രക്ഷിച്ചത്. അങ്ങനെ 17 മണിക്കൂർ കഴിഞ്ഞു. വിമാനത്തിലെ വൈദ്യുതി നിലച്ചു. ആകെ ഇരുട്ടായി. ഈ അവസരം മുതലെടുത്ത് തീവ്രവാദികൾ യാത്രക്കാർക്ക് നേരെ വെടിയുതിർക്കാനും സ്ഫോടക വസ്തുക്കൾ എറിയാനും തുടങ്ങി. ആ ഒരു ഭീകരമായ അവസ്ഥയിൽ ഒട്ടും പതറാതെ നീരജ എമർജൻസി വാതിൽ തുറന്നു. എന്നിട്ട് യാത്രക്കാരോട് ആ വാതിലിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ പറഞ്ഞു. അവൾക്ക് വേണമെങ്കിൽ ആദ്യം രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവൾ അത് ചെയ്തില്ല. അവൾ ഓരോ യാത്രക്കാരനെയും രക്ഷപ്പെടുത്താൻ സഹായിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ആ ദുരന്തം സംഭവിച്ചത്. 3 കുട്ടികളെ വെടിയുണ്ടകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവർക്ക് മുന്നിലൊരു പരിച പോലെ നിന്ന നീരജയുടെ ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ തുളച്ചുകയറി. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അവൾ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. അവൾ മരിക്കുന്നതിന് 2 ദിവസം മുൻപായിരുന്നു അവളുടെ 23ാം ജന്മദിനം. ജന്മദിനം ആഘോഷിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. നീരജയുടെ ഈ ആത്മത്യാഗം കണ്ട ഉടൻ പാകിസ്ഥാന്റെ സ്പെഷ്യൽ ഫോഴ്സ് വിമാനത്തിലേക്ക് ഇരച്ചുകയറി തീവ്രവാദികളെ കീഴടക്കി ബാക്കിയുള്ള യാത്രക്കാരെ മോചിപ്പിച്ചു. നീരജയുടെ ഈ ധീരത
അവളുടെ ജീവന്റെ വിലയിൽ 359 യാത്രക്കാരുടെ ജീവനാണ് രക്ഷിച്ചത്. അവളുടെ ഓർമ്മ ലോകമെമ്പാടുമുള്ള നമ്മുടെ എല്ലാ മനസ്സിൽ എന്നും ജീവിക്കും. അവളുടെ കഥ ഒരു തലമുറയ്ക്ക് മുഴുവൻ പ്രചോദനമായി മാറി. ഈ സംഭവത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള വിമാന സുരക്ഷാ നടപടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇന്ത്യയുടെ അശോകചക്രയ്ക്ക് പുറമെ ഒരുപാട് രാജ്യങ്ങൾ അവളെ ആദരിച്ചു. അമേരിക്ക സ്പെഷ്യൽ കറേജ് അവാർഡ് നൽകി. പാകിസ്ഥാൻ തങ്കായ പാകിസ്ഥാൻ എന്ന ബഹുമതി നൽകി. ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ഹീറോയിസം അവാർഡ് നൽകി. അവളുടെ ധീരതയെ എന്നും ഓർക്കാൻ വേണ്ടി അവളുടെ കുടുംബം നീരജ ഭനോട്ട് പാനാം ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അസാധാരണ ധൈര്യം കാണിക്കുന്ന ഇന്ത്യൻ വനിതകൾക്ക് ഈ ട്രസ്റ്റ് എല്ലാ വർഷവും അവാർഡ് നൽകുന്നു. 2016 നീരജ എന്ന പേരിൽ അവളുടെ ജീവിതകഥ സിനിമയായി പുറത്തിറങ്ങി. ആ സിനിമയ്ക്ക് മികച്ച ഹിന്ദി സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. നീരജയെ അഭിനയിച്ച സോനം കപൂറിന് പ്രത്യേക പരാമർശവും ലഭിച്ചു. ശരിക്കും ധീരതയുടെ ഒരു പടച്ചട്ട തന്നെയായിരുന്നു നീരജ, അല്ലേ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006606363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.